മുംബൈ ഭീകരാക്രമണ കേസിൻ്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് NIA. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കോൺഗ്രസ് വലിയ അങ്കലാപ്പിലാണ്. റാണ എന്തൊക്കെ പറയും, റാണയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നാളത്തെ രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കും എന്ന വലിയ ആശങ്കയിലാണ് കോൺഗ്രസ്. എന്ത് തോന്നുന്നു? ശരിക്കും ആശങ്കയുണ്ടോ? ഉണ്ട്. എവിടെ ഇൻഫർമേഷൻ? അത് പറയാം. ജേർണലിസ്റ്റിനോട് ഇൻഫർമേഷൻ സോഴ്സ് ചോദിക്കുന്നത് ശരിയല്ല. ഞാൻ അടുത്ത് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തഹാവൂർ റാണയുടെ കൂടെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. തഹാവൂർ റാണയുടെ കൂടെ അന്തി ഉറങ്ങിയ താരസുന്ദരിയായി. എനിക്ക് അറിയാവുന്ന എല്ലാ നടിമാരും വെച്ച് ആലോചിച്ച് നോക്കി. ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം കണ്ട അയാൾ ഭാര്യയുടെ കൂടെ വന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് ചില ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഹൈപ്പോത്തറ്റിക്കലായ ക്വസ്റ്റ്യൻ ഹൈപ്പോത്തറ്റിക്കലായ ആൻസറേ പറയാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി യൂട്യൂബ് ചാനലുകൾ വന്നതിന് ശേഷം യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതെ ന്യൂസ് അടിച്ചു വിടും. അല്ല, അന്ന് ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായി ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ സഫ്രോൺ ടെറർ അഥവാ കാവി ഭീകരത എന്നാരോപിച്ച് ദിഗ്വിജയ് സിംഗിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങി. എന്ന് മാത്രമല്ല, ഈ ഹേമന്ത് കർക്കരയെ കൊന്നതുപോലും RSS ഗൂഢാലോചനയാണ് എന്നൊക്കെയുള്ള വലിയ ശക്തമായ വാദങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്വേഷണം മുന്നോട്ട് പോകും തോറും അതങ്ങനെയല്ലെന്നും അത് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ഒരു ഭീകര ആക്രമണമായിരുന്നു എന്നും തെളിയുകയായിരുന്നു. ഈ ഏറ്റവും വലിയ നേട്ടമുണ്ടായത് നമ്മുടെ ഇന്ത്യൻ ഏജൻസികൾക്ക് അജ്മൽ കസബിനെ ജീവനോടെ പിടിക്കാനായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ അന്ന് പുസ്തകങ്ങളൊക്കെ ഇറങ്ങി ദിഗ്വിജയ് സിംഗിനെ പോലുള്ളവർ അതൊക്കെ പ്രകാശിപ്പിക്കുകയും വലിയ തോതിൽ ഈ രാജ്യത്ത് ഹിന്ദു ഭീകരതയുണ്ട്, കാവി ഭീകരതയുണ്ട് എന്ന ആക്ഷേപമൊക്കെ ചൊരിഞ്ഞ് രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ റാണ വീണ്ടും ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനമുണ്ട്. അതിനകത്ത് കോൺഗ്രസിനെ പിന്നോട്ടടിക്കുന്ന, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും ചിദംബരമൊക്കെ വന്നിരിക്കുന്നത് ഞങ്ങൾ കാരണമാണ് റാണയെ ഇന്ത്യയിൽ എത്തിക്കാനായി എന്ന് അവകാശവാദവുമായിട്ടാണ്. അപ്പോൾ ഇവിടെ എവിടെയോ ചില ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നതായിട്ട്. അല്ല, അതിൽ അങ്ങനെ ദുരൂഹത എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, കോൺഗ്രസ്സുകാർ ഈ പറയുന്നത് ഞങ്ങൾ കാരണമാണ് എത്തിക്കുന്നത് പറഞ്ഞാൽ അത് വെറുതെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സമയത്തും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇപ്പം മറ്റേത് പറയാറില്ലല്ലോ. EVM കൊണ്ടുവന്ന് ഞങ്ങളാന്ന് ഇപ്പം പറയാറില്ലല്ലോ. അതാണ് അതിന്റെ രസം. അതൊക്കെയാണ് അതിന്റെ രസം. EVMന്റെ ഏറ്റവും വലിയൊരു ക്രിട്ടിസൈസർ. ഇപ്പം ഒറ്റ അക്ഷരം ഉണ്ടെന്ന് ക്രിട്ടിസൈസറിന്റെ ക്രിട്ടിക്. ഇപ്പൊ ആണെങ്കിൽ ഒരു ഒറ്റ അക്ഷരം എതിർത്ത് അഡ്ഡാനി മിണ്ടുന്നില്ല, അനുകൂലിച്ച് കോൺഗ്രസും മിണ്ടുന്നില്ല. മനസ്സിലായോ? അപ്പം അതങ്ങനെയാണ് രാഷ്ട്രീയക്കാരുടെ തനി സ്വഭാവം കണക്കാക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. സാഫ്രോൺ ടെറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, അത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ സജീവമായിരുന്നു. അപ്പം വളരെ സജീവമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഗുജറാത്ത് കലാപത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ശരിക്കും ഈ വാജ്പേയിക്ക് തുടർഭരണം കിട്ടേണ്ടതായിരുന്നു. അത് ഗുജറാത്ത് കലാപമാണ് സത്യം. ഇന്ന് നമ്മൾ കാണുന്ന പോലെ അല്ല ഗുജറാത്ത് കലാപത്തെ അന്ന് നാട്ടുകാർ കണ്ടിരുന്നത്. ഇന്നിപ്പം നരേന്ദ്രമോദിയെ കുറ്റവിമുക്തനാക്കി അതിൽ പിന്നെ ആ രീതിയിൽ ഒരു ക്ലീൻ ചീറ്റൊക്കെ അദ്ദേഹത്തിന് കിട്ടേണ്ടേ. അന്നത്തെ സാഹചര്യം ഇന്ത്യയുടെ മനസ്സായി ഇവൻ ആൾക്കാരിൽ ഒരു സംശയം ജനിപ്പിച്ചു. ആളുകൾ ഭയങ്കരമായിട്ട് നമ്മൾ ഒരുപാട് കലാപങ്ങൾ അഹമ്മദാബാദിൽ 65 ഒറ്റ കലാപം നടന്നിട്ട്, ബോംബെ കലാപം, അല്ലെങ്കിൽ ഈ ഇവിടെ എന്താണ് നമ്മുടെ അടുത്ത് തന്നെ ഇപ്പോൾ കോയമ്പത്തൂർ കലാപം ഒക്കെ നടന്നിട്ടുണ്ട്, ബോംബ് സ്ഫോടനം കാണുന്നത്. പക്ഷെ അതൊന്നും ഉണ്ടാക്കാത്തൊരു ഞെട്ടലും ഒരു ഭീകരതയും ആളുകളുടെ മനസ്സിൽ ഈ ഗുജറാത്ത് കലാപം ഉണ്ടായി. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഒരു എന്താണ് പറയുക, ഒരു ഹിന്ദു സ്നേഹി എന്ന് വെച്ചാൽ എൻ്റെ മതത്തിലാണ് എനിക്ക് വിശ്വാസം. പക്ഷേ ഹിന്ദു നമ്മളൊരു കൾച്ചറൽ ആസ്പെക്ട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. മാത്രമല്ല RSS കുട്ടിക്കാലം തൊട്ടേ പരിചയമുള്ള ഒരാളാണ്. അപ്പം എനിക്ക് RSSനോട് ഒരു സോഫ്റ്റ് തോന്നുന്നുണ്ട്. ഇവർ ഈ പറയുന്നതൊന്നുമല്ല, നമ്മൾ കാണുന്ന RSS അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ മുസ്ലിങ്ങൾ ചുറ്റുന്ന നടക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ നമ്മൾ കാണുന്ന ആളുകൾ. അത് ഇൻ ബിറ്റ്വീൻ എൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിടും. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതായിരിക്കും. ഞാൻ അതിശക്തമായ മോഡി ക്രിട്ടിക്കും അതിശക്തമായ RSS ക്രിട്ടിക്കുമായിരുന്നു ഒരു സമയത്ത്. അത് ഗുജറാത്ത് കലാപമായിരുന്നു. കാരണം അത്രയും ഇമ്പാക്റ്റ് ഗുജറാത്ത് കലാപം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കി. നമ്മളെല്ലാ കാലഘട്ടത്തിലും വന്ന ആളുകളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഡൽഹിയിലുണ്ടായിരുന്നൊരു പ്രചാരകൻ ഉണ്ട് എൻ്റെ കൂടെ പഠിച്ചുകൊണ്ട്, ലെലൻ എന്ന് പറയും. അവനിപ്പോൾ വലിയ പൊസിഷനിലാണ്. അന്ന് ലെലൻ തന്നെ എന്നോട് ഓർമ്മയുണ്ട്, തുടർഭരണം കിട്ടേണ്ടതായിരുന്നു. അത് ആ ഗുജറാത്ത് കലാപം ആളുകൾ എന്ന് വെച്ചാൽ അവിടെ ഈ നമ്മുടെ അവൻ ബീഹാർ തന്നെ ലെലൻ. അവൻ ബീഹാറിൽ ഇവർ എന്താണെന്നുള്ള ആയിട്ട് അലയൻസ് ആണല്ലോ. അപ്പം നിതീഷിന് കുറേ മുസ്ലിം വോട്ടും പിന്നോക്ക വോട്ടുകളൊക്കെ കിട്ടുന്നതാണ്. ആ ഇലക്ഷന് ജയിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവൻ പറയുന്നത് വെച്ചാൽ അവിടെയൊക്കെ തന്നെ വലിയ തിരിച്ചടി വരാൻ കാരണം, അത് ഈ രീതിയിലും ഒരു RJD ഒക്കെ ഇടിച്ചു കയറാൻ കാരണം ഈ ഒരു കലാപമാണ്. അല്ലെങ്കിൽ വാജ്പേയി സാറ് കൂളായിട്ട് അടുത്ത ഭരണത്തിലേക്ക് പോകുമായിരുന്നു, സെക്കൻഡ് ടൈം പോകുമായിരുന്നു. കോൺഗ്രസിന് സത്യത്തിൽ ഗുജറാത്ത് കലാപം കൊണ്ട് ലോട്ടറി അടിച്ചത് കോൺഗ്രസിനാണ്. ഗുജറാത്ത് കലാപത്തിന് സമയത്ത് കോൺഗ്രസ് ഒരു അക്ഷരം കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല.
ഇവിടെ ഒരു കലാപം ഉണ്ടാവുകയാണ്, ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്താ ചെയ്യുക? കലാപകാരികൾക്കെതിരെ കലാപത്തിന് ആരാണോ വിധേയരായത് അവരുടെ കൂടെ നിൽക്കുമല്ലോ. ഗുജറാത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. സോണിയാഗാന്ധി അവിടെ പോയിട്ട് ജെഫ്രിയുടെ ഭാര്യയാണല്ലോ മോഡിക്കെതിരെ കേസ് കൊടുത്തത്. അവരെ ഭർത്താവ് കൊല ചെയ്യപ്പെട്ട് അവിടെ ഒരുപാട് ആളുകൾ ആ വീട്ടിൽ കൊല ചെയ്യപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ വീട്ടിൽ പോയിട്ടില്ല, അവരെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചായിരുന്നു കണ്ടത്. അവിടെ ഹിന്ദു വികാരം കലാപത്തിന് അനുകൂലമാണ് എന്നുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ അവർ കാര്യം കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇലക്ഷൻ അത് ബാധിക്കും എന്നുള്ള. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ കലാപം നടന്നു കഴിഞ്ഞാൽ പൊതുവെ ആ കലാപ സമയത്ത് ഏത് പാർട്ടിയാണ് അധികാരത്തിൽ ഇരുന്നത് അവർ പുറത്തു പോകും. ഗുജറാത്തിലാരുടെ സംബന്ധിച്ച് മോഡി അതിന് ശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തുടർച്ചയായി അദ്ദേഹം വിജയിക്കുന്നു. അതിന് തുടർച്ചയായി എൻകൗണ്ടർ കില്ലിങ്സ് നടക്കുന്നു അവിടെ. മൻസാര പിന്നെ ജയിലിൽ പോകുന്നു. ഇങ്ങനെ ഒരുപാട് ഒരു ആംബിയൻസ് അങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്താണ് ഈ സാഫൺ ടെറർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം വന്നത്. അപ്പം അന്ന് വന്ന സമയത്ത് ഈ സാഫൺ ടെറർ എന്നുള്ള കോൺസെപ്റ്റിന് ഞാൻ യോജിച്ചിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ RSS നിങ്ങൾ ഈ പറഞ്ഞ കലാപത്തിലൊക്കെ RSS പങ്കൊക്കെ ഉണ്ടാവും, അതൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരു ഈ രീതിയിൽ അവിടെ ഇവിടെയും ബോംബ് വെച്ച് പൊട്ടിക്കുന്ന അതാണല്ലോ, അല്ലെങ്കിൽ മാസ് കില്ലിങ് പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഗുജറാത്തിൽ മാസ് കില്ലിങ് നടന്നിട്ടുണ്ട്, പക്ഷേ അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് പിന്നെ ട്രെയിൻ ഇൻസിഡൻറ്റിന് ശേഷം അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പം ആ രീതിയിൽ RSS പോകാൻ പറ്റുമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അന്നും തോന്നിയിട്ടില്ല, ഇപ്പം കലാപത്തിലൊക്കെ പങ്കാളിയായിട്ടുണ്ടാവും, പക്ഷെ ആ രീതിയിൽ പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതൊരു അതായത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഭരണഘടനയെയും ഒക്കെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു നയം ഒരിക്കലും ഉണ്ടാവില്ല. ഒരു കമ്മ്യൂണൽ ഇൻസിഡന്റ് ഒക്കെ വരുമ്പോൾ അതിൽ റിയാക്ട് ചെയ്തെന്ന് വരും, അല്ലെങ്കിൽ ആക്ട് ചെയ്ത് നിന്നിട്ട് എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഈ പറയുന്നതിന് അവിടെ എവിടെയും ബോംബ് വെക്കുക, ആളെ കൊല്ലുക, വെറുതെ സ്ട്രീറ്റിൽ പോയിട്ട് ഒരു കാര്യമില്ലാതെ മൊത്തം ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് വെടിവെച്ചു. ഈ പരിപാടി RSS ചെയ്യുന്നു അന്നും ഞാൻ കരുതിയിട്ടില്ല, ഇന്നും ഞാൻ കരുതിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നെ എനിക്കെന്ന് തോന്നുന്നത് ഈ ഗുജറാത്ത് കലാപം ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ആൻറ്റി മോഡി RSS സാധനം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. പക്ഷെ ഉത്തരേന്ത്യയിൽ എത്രത്തോളം ആ രീതി വന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ള സംശയങ്ങളും അല്ലെങ്കിൽ പൊളിറ്റിക്സുമാണ് അതിൻ്റെ പിന്നിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് സാഫൺ ടെറർ വന്നത്. അത് ചിദംബരമാണ് അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത്. പിന്നെ ദിഗ്വിജയ് സിംഗ് ഉണ്ടായിരുന്നു, എനിക്ക് അർജുൻ സിംഗ് ഉണ്ടായിരുന്നു, ഇവരെല്ലാമാണ്. പക്ഷേ ഈ കോൺഗ്രസിന് അവിടെയാണ് പാളിയത്. ഇപ്പം ഗുജറാത്ത് കലാപം മോഡീനെ കുറ്റം പറഞ്ഞ അന്ന് ആളുകൾ ഗുജറാത്തുകാർക്ക് പ്രശ്നം ഉണ്ടാകുമായിരിക്കും, കുറേ ഹാർഡ് കോർ RSSകാർക്കും പ്രശ്നമുണ്ട്, ആളുകൾക്ക് പ്രശ്നം. പക്ഷേ ഹിന്ദു ടെറർ എന്ന് വന്നോട് കൂടിയിട്ട് അത് RSSലെ എല്ലാവരും, അതുപോലെ തന്നെ കുറച്ച് മൃദു ഹിന്ദുത്വവാദികൾ, കോൺഗ്രസ് നല്ലൊരു പങ്ക് മൃദു ഹിന്ദുത്വവാദികളുണ്ട്, അവരെല്ലാവരും ഇവർക്കെതിരായി, കോൺഗ്രസിനെതിരായി. അത് മോഡിയുടെ ഈ വിജയത്തിന് പിന്നുണ്ടായ ലോക്സഭാ ഇലക്ഷൻ 2014 വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ സാഫൺ ടെറർ എന്നുള്ള പ്രചാരണമാണ്. അതോടുകൂടി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു RSSനെ ഭീകരവാദ സംഘടനയാക്കി അത് ആത്മാഭിമാനത്തെ അവരെ പണപ്പെടുത്തുന്ന സാധനമാണ്. അപ്പോൾ അവരതെന്ത് വെച്ചിട്ട് ഇനി നിന്ന് പൊതുവെ RSS നിങ്ങൾക്ക് അറിയാലോ, എന്നെ കട വന്നിട്ട് അവരെ അതങ്ങനെ ഇലക്ഷൻ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളൊന്നുമല്ല. പിന്നെ ആര് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ ഇടയ്ക്ക് അതിൽ ഒരു കാര്യം 2004-ലും 2009-ലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ RSS അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു RSS ആക്റ്റീവ് 2 ഇലക്ഷൻ ആയി വന്നു. ആ ബാബറി മസ്ജിദ് ഈ പ്രശ്നം കൊടുമ്പിരിക്കൊണ്ട് 89-92 ആ ഒരു ഇലക്ഷനിൽ അന്ന് BJP അനുകൂലമായിട്ട് അവർ രംഗത്ത് വന്നു. പിന്നെ വന്ന് മോഡിയുടെ 2014 ഇലക്ഷനാണ്. ഇതിന്റെ ഇടയിലുള്ള ഒരേ ഇലക്ഷൻ അങ്ങനെയുള്ള വിലയിരുത്തലുകളുണ്ട്. ഉണ്ട്, അല്ല അത് സത്യമാണ്. അല്ല, പല രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെ അത്തരത്തിൽ അപ്പൊ RSSനെ അറിയുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പൊ ഇവിടെ ലീഗ് ഭരിച്ചാലും ഇവൻ ഇവിടെ SDPI ഭരിച്ചാലും RSSന്റെ ആവശ്യം എന്തോ നടക്കും. അതാണ് അതിന്റെ സംഭവം. അത് നിങ്ങൾ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ കിടന്ന് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ മനസ്സിലാവും ഉത്തരേന്ത്യയിൽ പോകണം. ഉത്തരേന്ത്യയിൽ പോയാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ അവിടെ RSSനെ പ്രചാരക്സിനെ ശിക്ഷക്സിനെ ഒക്കെ അവിടെയുള്ള ആളുകൾ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും നെഹ്റുവിൻ്റെ കാലത്ത് പോലും പട്ടേലൊക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇന്ദിരാഗാന്ധിൻ്റെ കാലത്ത് പല ആളുകളും പറയുന്നുണ്ട് RSS തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, പല ആളുകളും രഹസ്യം പറയാറുണ്ട്. അടിയന്തരാവസ്ഥ കാലത്താണ് അടിയന്തരാവസ്ഥ കാലത്ത് ഒരു റിഫ്റ്റ് വന്നു. പക്ഷെ പിന്നെ ദേവദാസനെയൊക്കെ പുറത്തു വിട്ടോടുകൂടി ആ റിഫ്റ്റ് പിന്നെയും മേക്കപ്പ് ചെയ്യപ്പെടും. തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു 80കളിലെ ഒരു പ്രശ്നം എങ്കിൽ പോലും RSSന് അടിയന്തരാവസ്ഥ ശേഷം പോലും അങ്ങനെ ഒരു ഈ 2014 ഇറങ്ങിയ പോലെ RSS ഇറങ്ങിയൊന്നുമില്ല. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രാജീവ് ഗാന്ധിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന നരസിംഹറാവുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 ഇലക്ഷനിൽ കലാപം നടന്നതിന് ശേഷമുള്ള 2 ഇലക്ഷൻ സജീവമായിട്ട് RSS ഇടപെട്ടിട്ടുമില്ല. എന്തുകൊണ്ട് RSS 2014 വിജയിച്ചേ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയേ പറ്റുള്ളൂ എന്ന രീതിയിൽ പ്രചാരണം നടത്തി അവരുടെ ആളുകളുടെ ഇടയിൽ ഒരു വോട്ട് പോലെ ഒരു ഹിതപരിശോധന പോലെ നടത്തിയിട്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിജയസാധ്യതയുള്ള ആളാരാന്ന് മനസ്സിലാക്കി അത് മോഡിയിലേക്ക് എത്തുകയും
അങ്ങനെ മോഡിയെ പ്രൊമോട്ട് ചെയ്യാൻ Parliamentary സപ്പോർട്ട് party ചെയ്യാൻ leader തീരുമാനിക്കുകയും ഒരു വർഷം മുമ്പ് ഇലക്ഷൻ്റെ ഒരു വർഷം മുമ്പേ അതിനു വേണ്ടിയുള്ള പണി മോഡിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഉയർത്തി കാണിക്കുക. അതിനു മുമ്പ് ഈ ഇവർക്ക് UPA ഗവൺമെന്റിനെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ അയച്ചു. ഓരോ വിഷയവും ഇപ്പം ഡൽഹി റേപ്പ് കേസ് അതിന് മുമ്പൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ സംഭവമാക്കി മാറ്റിയൊക്കെ ചെയ്ത് വളരെ കൃത്യമായി RSS ഇടപെട്ടു എന്നുള്ള കോൺഗ്രസിന് പേച്ചത് അവിടെയാണ്. ഈ സാഫൻ ടെറർ എന്ന് പറഞ്ഞതോടുകൂടി RSS മാത്രമല്ല മൃദു ഹിന്ദുത്വവാദികളായ കോൺഗ്രസ്സുകാർ പോലും കോൺഗ്രസിനെതിരെ ആ ക്ഷീണത്തിൽ ഇതുവരെ കോൺഗ്രസ് കരകയറിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതിൻ്റെ കോൺഗ്രസ് ബാക്കിയൊക്കെ ഊഹാപോവാം. നിങ്ങൾ ചോദിച്ച ബാക്കി ഊഹാപോവാം വരട്ടെ. എനിക്ക് ഈ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാൻ താല്പര്യമില്ല. ആദ്യമൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും അതൊക്കെ ശരിയാണ്. ഇപ്പം ഞാൻ പത്രക്കാർ പറയുന്നതിൽ 90% വിശ്വസിക്കാത്ത ഒരാളാണ്. കാരണം അവർക്ക് അത് അവരുടെ ജീവിത പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ സെൻസേഷൻ ഉണ്ടാക്കണം. നമ്മളതിന് പിന്നാലെ പോകണ്ടല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.